UK, അയർലൻഡ് തുടങ്ങി NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന കൺട്രീസിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നേഴ്സസിന് ആഫ്ര രജിസ്ട്രേഷൻ എടുക്കുന്നതിനായിട്ടുള്ള പുതിയ പാത്വേയിൽ മിനിമം ലാംഗ്വേജ് റിക്വയർമെൻറ്റിന് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്രൈറ്റീരിയയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ് കേംബ്രിഡ്ജ്, IELTS അക്കാഡമിക്, PT അക്കാഡമിക്, OET ആൻഡ് TOEFL. ടെസ്റ്റ് റിസൾട്ടിൻ്റെ വാലിഡിറ്റി കൺസിഡർ ചെയ്യുന്നത് എക്സാം അറ്റൻഡ് ചെയ്ത ഡേറ്റ് ആണ്. ക്ലബിംഗ് സ്കോർ ആണെങ്കിൽ ആദ്യം അറ്റൻഡ് ചെയ്ത എക്സാമിൻ്റെ ഡേറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഈ വാലിഡിറ്റി ക്രൈറ്റീരിയയിൽ ഒന്നാമതായിട്ടുള്ളത് നിലവിലുള്ള 2 ഇയർ വാലിഡിറ്റി ക്രൈറ്റീരിയയാണ്. എക്സാം അറ്റൻഡ് ചെയ്ത ഡേറ്റ് തുടങ്ങി വിത്തിൻ 2 ഇയറിൽ ആഫ്ര ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടെസ്റ്റ് സ്കോറുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ലാംഗ്വേജ് ടെസ്റ്റ് സ്കോർ എക്സ്പയർ ആയെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. ഈ ക്രൈറ്റീരിയയിൽ ഡിഫറെൻറ്റ് റൂൾസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു, ആ എക്സാം അറ്റൻഡ് ചെയ്ത ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 12 മന്ത്സിൽ NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നേഴ്സിംഗ് ലൈസൻസ് എടുക്കുകയും ജോബ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആ സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിൻ ലാംഗ്വേജായിട്ട് കൺസിഡർ ചെയ്യുന്ന NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന UK ഓർ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഹെൽത്ത്, ഡിസബിലിറ്റി ഓർ ഏജ്ഡ് കെയർ റോൾസിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സസിൻ്റെ എക്സ്പയർ ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റും അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്രൈറ്റീരിയ എഡ്യൂക്കേഷനും ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് വാലിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്രൈറ്റീരിയയിൽ ഒരു ആപ്ലിക്കൻ്റ് ലാംഗ്വേജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അറ്റൻഡ് ചെയ്ത ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 12 മന്ത്സിൽ ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി പ്രോഗ്രാം എൻറോൾ ചെയ്യുകയും അത് ബ്രേക്ക് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആപ്ലിക്കൻറ്റിൻ്റെ എക്സ്പയർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഈ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 12 മന്ത്സിൽ ആഫ്ര ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ നിലവിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും 2017 ജാനുവരി 1 ശേഷം 1800 വർക്കിംഗ് അവേഴ്സ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിനും ഈ ഒരു പാത്വേയിൽ അവർ എലിജിബിൾ ആയിരിക്കും. പക്ഷേ അവരുടെ ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈവൻ എക്സ്പയർ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. അത് ആഫ്ര രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്ന ഡേറ്റിന് മുൻപായി 12 മന്ത്സിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.